നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലബാറിലെ 6 ജില്ലകളിൽ മുസ്ലിം ലീഗിന്റെ ധർണാ സമരം. ധർണ +1 അധിക സീറ്റ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട്. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുതെന്ന് സംസ്ഥാന സെക്രട്ടറി എം ഷംസുദ്ദീൻ MLA. സഹപ്രവർത്തകർക്ക് യാത്രയപ്പൊരുക്കി എക്സൈസ് ഉദ്യോഗസ്ഥർ. ലഹരിക്കെതിരെ എക്സൈസ് വകുപ്പ് നടത്തുന്നത് ശ്ലാഘനീയ പ്രവർത്തനമെന്ന് PP ദിവ്യ. ചടങ്ങിൽ എക്സൈസ് കലാകായിക പ്രതിഭകൾക്കുള്ള അനുമോദനവും. കോർപ്പറേഷന്റെ വിവിധ ഡിവിഷനുകളിലെ റോഡുകൾ ചെളിക്കുളം. അടിയന്തരമായി അറ്റകുറ്റപ്പണി ആവശ്യമെന്ന് MV ജയരാജൻ. പരാമർശം കോർപ്പറേഷന്റെ അനാസ്ഥയ്ക്കെതിരെ CPM നടത്തിയ ധർണയിൽ. വാർത്തകൾ വിശദമായി. +1 ക്ലാസുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക വഴി കേരളത്തിലെ ക്ലാസ് മുറികളിൽ വാഗൺ ട്രാജഡി സൃഷ്ടിക്കുന്ന സാഹചര്യം സർക്കാർ ഉണ്ടാക്കുകയാണെന്ന് സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി N ഷംസുദ്ദീൻ MLA. മലബാർ ജില്ലകളോട് കേരള സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സ്കൂളുകളുടെ റിസൾട്ട് വന്നത് ആ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് ഇതിലേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോ 1,00,000-ൽ പരം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് മലബാർ ജില്ലകളിൽ അവസരമില്ല. ഇതൊരു വലിയ നീതി നിഷേധമാണ്. ഇത് കേവലം രാഷ്ട്രീയമായ മുദ്രാവാക്യമല്ല. ഇത് ലീഗുകാരെ ബാധിക്കുന്നതോ ന്യൂനപക്ഷ സമൂഹത്തെ മാത്രം ബാധിക്കുന്നതോ ആയ ഒരു പ്രശ്നമല്ല. മലബാറിലെ 6 ജില്ലകളിലെ വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും ബാധിക്കുന്ന പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് പരിഹാരം തേടിയാണ് ഞങ്ങൾ സമരമുഖത്തേക്ക് പുറപ്പെടുന്നത്. നമുക്കറിയാം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടിയുടെ അവകാശമാണ്. ഇന്ത്യയിലെ വളർന്നു വരുന്ന ഒരു പൗരന്റെ അവകാശമാണ്. അത് കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. സ്കൂൾ വിദ്യാഭ്യാസമാണ്. എന്താ ഇന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസം? -2 മുതൽ +2 വരെ സ്കൂളാണ്. കിൻഡർ ഗാർട്ടൻ, LKG, UKG, പ്രീ പ്രൈമറി ഒക്കെ സർക്കാർ സംവിധാനത്തിലുണ്ട്. ആ പ്രീ പ്രൈമറി സ്കൂൾ തൊട്ട് +2 വരെ സ്കൂളാണ്. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഈ കുട്ടീനെ പുറത്താക്കാൻ സർക്കാരിന് അധികാരമില്ല. 10ാം ക്ലാസ്സിൽ ക്വാളിഫൈ ചെയ്ത കുട്ടിക്ക്, എലിജിബിലിറ്റി കിട്ടിയ കുട്ടിക്ക് 12ാം ക്ലാസ് വരെ പഠിക്കാനുള്ള സൗകര്യമൊരുക്കാൻ ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ആ ബാധ്യത നിർവഹിക്കാൻ സർക്കാർ മുന്നോട്ട് വരുന്നില്ല. +2 പുതിയ ബാച്ചുകൾ അനുവദിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് സർക്കാർ തയ്യാറാവണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരത്തിന് മുസ്ലിം ലീഗ് നേതൃത്വം കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി T സഹദുള്ള സ്വാഗതം പറഞ്ഞു. ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി CK സുബൈർ മുഖ്യപ്രഭാഷണം നടത്തി. കാട്ടൂർ മുഹമ്മദ്, മഹമ്മൂദ് കടവത്തൂർ, KP താഹിർ, അഡ്വക്കേറ്റ് KA ലത്തീഫ്, VP വമ്പൻ, ഇബ്രാഹിം മുണ്ടേരി, മേയർ മുസ്ലിഹ് മഠത്തിൽ, KV മുഹമ്മദ് അലി ഹാജി, ഇബ്രാഹിം കുട്ടി തിരുവട്ടൂർ, TA തങ്ങൾ, അൻസാരി തില്ലങ്കേരി, MM കരീം, UP അബ്ദുറഹ്മാൻ, CK മുഹമ്മദ് മാസ്റ്റർ, മഹ്മൂദ് അള്ളാംകുളം, TP മുസ്തഫ ചെണ്ടയാട്, BK അഹമ്മദ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ധർണയ്ക്കെത്തിയ പ്രവർത്തകർക്ക് മുന്നിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടതിനെ ചൊല്ലി ചില പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്തർക്കത്തിന് കാരണമായി. മുതിർന്ന നേതാക്കളെത്തി പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. ആശ്രിത നിയമന അട്ടിമറിക്കെതിരെ കേരള NGO അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണയും നടത്തി. AICC മെമ്പർ VA നാരായണൻ ഉദ്ഘാടനം ചെയ്തു. അതേ സാഹചര്യം തന്നെ ഇന്ന് കേരളത്തിലെ സർക്കാർ ജീവനക്കാരോടും ഇന്ന് സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ധിക്കാരത്തിന്റെയും ദാർഷ്ട്യത്തിന്റെയും പര്യായമായി മാറിയ ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിൽ നിന്ന് ഇത്ര മാത്രമേ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ എങ്കിലും സമാശ്വാസ തൊഴിൽദാന പദ്ധതിക്ക് പകരമാവില്ല സമാശ്വാസ ധനസഹായം. 13 വയസ്സിന് താഴെയുള്ളവരും ആശ്രിതരാണ് എന്നീ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് KV മഹേഷ് അധ്യക്ഷത വഹിച്ചു. GS ഉമാശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. സത്യൻ V, KK രാജേഷ് ഖന്ന, MP ഷനിജ്, നാരായണൻകുട്ടി മണിയേരി, അബ്ദുൾ റഷീദ്, KV A ഉണ്ണികൃഷ്ണൻ, TK ജയപ്രകാശ്, ജോയ് ഫ്രാൻസിസ്, അഷറഫ് ഇരുവേരി, നന്ദകുമാർ P എന്നിവർ സംസാരിച്ചു. മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ KP നൂറുദ്ദീൻ സാഹിബിന്റെ 8ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ DCC ഓഫീസിൽ വെച്ച് പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. പുഷ്പാർച്ചനയ്ക്ക് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി. കേരളത്തിലെ കോൺഗ്രസുകാരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇടം നേടിയ ഒരു വ്യക്തിത്വമായിരുന്നു. നമുക്കറിയാം, ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്നേഹനിർഭരമായ പുഞ്ചിരി
കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിനുള്ളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന എല്ലാ രംഗത്തും, രാഷ്ട്രീയ രംഗത്ത്, പൊതുപ്രവർത്തന രംഗത്ത്, അതിലേറെ സഹകരണ രംഗത്ത് അധികാരികനായ ഒരു വ്യക്തിത്വമാണ് നിർമ്മിച്ചത്. നിരവധി സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനം, കോളേജ് ഉൾപ്പെടെ, അതുപോലെ തന്നെ നിരവധി ബാങ്കുകൾ, അങ്ങനെ ഒരുപാട് ആരോഗ്യ രംഗത്ത്, എന്ന പേര് ആയുർവേദ ആശുപത്രി ഉൾപ്പെടെ, അതുപോലെ തന്നെ പയ്യന്നൂര് ബാങ്ക് ഉൾപ്പെടെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും സഹകരണ ബാങ്കുകളും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് ജില്ലയിലെ സഹകരണ രംഗത്ത് നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വം. പ്രൊഫസർ AD മുസ്തഫ അനുസ്മരണ പ്രഭാഷണം നടത്തി. നേതാക്കളായ സുദീപ് ജെയിംസ്, MP വേലായുധൻ, P മാധവൻ മാസ്റ്റർ, രജിത് നാറാത്ത്, കണ്ടോത്ത് ഗോപി, T ജയകൃഷ്ണൻ, കായ്ക്കുൾ രാഹുൽ, കൂക്കിരി രാജേഷ്, വിജിൽ മോഹനൻ, P അനൂപ്, K ഷിബിൻ, ഉഷാകുമാരി, ജോഷി കണ്ടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി ഈണത്തിന് കീഴിലുള്ള എമർജിംഗ് ടാലൻസിന്റെ പ്രഥമ ഒത്തുകൂടലും കുട്ടികളുടെ കലാപരിപാടികളും മത്സരങ്ങളും സിറ്റി ഈണം ആസ്ഥാനത്ത് നടന്നു. ഗായിക സഫ്വാന കൂത്തുപറമ്പ് ഉദ്ഘാടനം ചെയ്തു. ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ സിറ്റി ഈണം ഗ്രൂപ്പിൽ 3 വർഷത്തോളമായി ഏകദേശം. എന്നാലും ആസ്ഥാനത്ത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. കാരണം എനിക്ക് പല പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എത്തിച്ചേരാൻ പറ്റാറില്ല. അതിന് ഞാൻ ആദ്യമായിട്ട് തന്നെ ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ ഒപ്പം സന്തോഷവും സ്നേഹവും കൂടെ പ്രകടിപ്പിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ. പിന്നെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, മക്കളെല്ലാം നല്ല ഗായകരായിട്ട് മാറുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നല്ല പ്രതിഭകളായിട്ട് മാറുന്നുണ്ട്. തീർച്ചയായിട്ടും ആ പ്രതിഭാസത്തെ യൂട്ടിലൈസ് ചെയ്യുക. മിനിമം അല്ല, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാര്യം പഠിച്ചാൽ പല കഴിവുകളാലാണ് എല്ലാവരെയും പരിപോഷിപ്പിച്ചെടുത്തത്. അപ്പൊ തീർച്ചയായിട്ടും ആ കഴിവുകൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ആദ്യം തിരിച്ചറിയുക. മനസ്സിലായോ? സിറ്റി ഈണം ആസ്ഥാനത്ത് ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു പരിപാടികൾ നടന്നത്. അദ്നാൻ ഷക്കീർ അധ്യക്ഷത വഹിച്ചു. മയവിഷ് മഹഷൂദ് സ്വാഗതവും അമ്മയ മച്ചാട്ട് നന്ദിയും രേഖപ്പെടുത്തി. മത്സര വിജയികൾക്ക് സമ്മാനദാനവും ഉണ്ടായിരുന്നു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലബാറിലെ 6 ജില്ലകളിൽ മുസ്ലിം ലീഗിന്റെ ധർണാ സമരം. +1 അധിക സീറ്റ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട്. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുതെന്ന് സംസ്ഥാന സെക്രട്ടറി M ഷംസുദ്ദീൻ MLA. സഹപ്രവർത്തകർക്ക് യാത്രയപ്പൊരുക്കി എക്സൈസ് ഉദ്യോഗസ്ഥർ. ലഹരിക്കെതിരെ എക്സൈസ് വകുപ്പ് നടത്തുന്നത് ശ്ലാഘനീയ പ്രവർത്തനമെന്ന് PP ദിവ്യ. ചടങ്ങിൽ എക്സൈസ് കലാകായിക പ്രതിഭകൾക്കുള്ള അനുമോദനവും. കോർപ്പറേഷന്റെ വിവിധ ഡിവിഷനുകളിലെ റോഡുകൾ ചെളിക്കുളം. അടിയന്തരമായി അറ്റകുറ്റപ്പണി ആവശ്യമെന്ന് MV ജയരാജൻ. പരാമർശം കോർപ്പറേഷന്റെ അനാസ്ഥയ്ക്കെതിരെ CPM നടത്തിയ ധർണയിൽ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിംഗ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം 5 നിലകൾ 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ് മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ ഹോം അപ്ലയൻസ് ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിലേക്ക്. സർവീസിൽ നിന്നും വിരമിക്കുന്ന എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി കണ്ണൂർ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് വകുപ്പ് ജീവനക്കാർ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് നടത്തുന്നത്. ലഹരിക്കെതിരെയും മരുന്നിനെതിരെയും രാപ്പകലില്ലാതെ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ആ യുദ്ധം ജയിച്ചെന്ന് പറയാൻ ഇപ്പോഴും നമുക്കാവില്ല. ഇനിയും അതിനെതിരെ അശ്രാന്ത പ്രയത്നം നടത്തണമെന്നും പി ദിവ്യ പറഞ്ഞു. കഴിഞ്ഞ ഒരു 8 വർഷം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ജോലി ചെയ്യുന്ന എല്ലാ ഓഫീസർമാരെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ സർക്കാരിനും ജനങ്ങൾക്കും ഒപ്പം ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള, ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായി അതിന് നേതൃത്വം കൊടുത്തവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. കഴിഞ്ഞ 20 വർഷത്തെ സർവീസിനിടയിൽ ഈ 3 ഓഫീസർമാർക്കും ഒരുപക്ഷെ ഈ കഴിഞ്ഞ കുറച്ച് വർഷക്കാലം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വലിയ യുദ്ധം നമ്മൾ നടത്തി. നമ്മൾ ജയിച്ചിട്ടൊന്നുമില്ല, ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എതിരാളികളായിട്ടുള്ളവർ ഓരോ ദിവസം കഴിയുന്തോറും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ലഹരിയുടെ പുതിയ ഒരുപക്ഷെ അനുഭവങ്ങൾ തേടിയിട്ട് അവർ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദോഷങ്ങളും ഒരുപക്ഷെ കുടുംബത്തിനകത്തും സമൂഹത്തിനകത്തും ഉണ്ടാകുന്ന, വ്യക്തിപരമായൊക്കെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാണ് പലരും ഇതിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒന്നാണ്. അവിടെയാണ് ഈ സേനയ്ക്ക് വളരെയധികം പ്രാധാന്യം ഇതിനകത്തുണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ത്രീകളടക്കം വളരെയധികം പേർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ഇനിയും ആൾക്കാർ വരേണ്ടതുണ്ടെന്നും പി ദിവ്യ കൂട്ടിച്ചേർത്തു. ഉത്തരമേഖല ജോയിന്റ് എക്സൈസ് കമ്മീഷണർ കെ പ്രേംകൃഷ്ണ, കണ്ണൂർ എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി രാജീവ്, കണ്ണൂർ റേഞ്ച് ഓഫീസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി ദിനേശൻ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ജില്ലാ പ്രസിഡന്റ് വി ഷാജി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ പ്രനിൽകുമാർ, കെ സന്തോഷ് കുമാർ, PL ഷിബു, നെൽസൺ ടി തോമസ്, പി സുകേഷ്, ബാബുമോൻ ഫ്രാൻസിസ്, KP മധുസൂദനൻ, സലിൻകുമാർ ദാസ്, CH റിഷാദ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന എക്സൈസ് കലാകായിക മേളയിൽ കണ്ണൂരിന് ഉജ്ജ്വല വിജയം നേടിക്കൊടുത്ത പ്രതിഭകളെ ചടങ്ങിൽ അനുമോദിച്ചു. നമ്മുടെ ജില്ലാ പ്രസിഡന്റ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ശ്രീ ഷാജി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സർ, ഇതേപോലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അത് വിരമിക്കുന്നവർക്കായാലും കലാകായിക പ്രേമികൾക്കായാലും തീർച്ചയായും മാനസികമായും ശാരീരികമായും ഒരു സന്തോഷം ഉണ്ടാകുന്നതായിരിക്കും. അതെ, തീർച്ചയായും. നമ്മളെ എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അർദ്ധ സൈനിക വിഭാഗം എന്ന രീതിയിൽ എക്സൈസിനകത്തുള്ള ജീവനക്കാർക്ക് അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഒരു മികവുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലെല്ലാം കലാകായിക മേളയും അത്തരം കാര്യങ്ങളിൽ നടത്തിയിട്ടുള്ളത്. ഇപ്രാവശ്യം ഏറ്റവും ലാസ്റ്റ് അവസാനം നടന്നത് 2024 19ാമത് സംസ്ഥാന എക്സൈസ് കലാകായിക മേള തിരുവനന്തപുരം വെച്ചാണ് നടന്നത്. തിരുവനന്തപുരം വെച്ച് നടന്ന കലാമേളയിൽ കണ്ണൂർ ജില്ലയാണ് കലാവിഭാഗത്തിലെ 2ാം സ്ഥാനം. കായിക വിഭാഗത്തിൽ വോളിബോൾ, അതുപോലെ തന്നെ ഫുട്ബോൾ, അതായത് ജനപ്രിയ കായിക ഇനങ്ങളിലെല്ലാം നമ്മളാണ് ചാമ്പ്യന്മാരായിട്ടുള്ളത്. അതിൽ കലാപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കണ്ണൂരാണ്, NT ധ്രുവൻ. അതുകൊണ്ട് ഇതിനു മുമ്പുള്ള കലാമേളകളിലെല്ലാം ആ രീതിയിലുള്ള മികവ് നമ്മൾ പുലർത്തിയിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെയുള്ളൊരു കലാമത്സരങ്ങൾ അല്ലെങ്കിൽ കലാമേളക്ക് തുടക്കം കുറിച്ചത് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ആയിരുന്നു. അത് പിന്നീട് സർക്കാർ ഏറ്റെടുത്ത് ആ രീതിയിലുള്ളൊരു പരിപാടി സർക്കാർ തലത്തിൽ തന്നെ നടന്നു എന്നുള്ളത് ഏറെ അഭിമാനിക്കാൻ സംഘടനയ്ക്ക് വക നൽകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ വിരമിക്കുന്ന ജീവനക്കാരും എല്ലാവരും സുസ്ഥിരമായിട്ടുള്ള സേവനം നടത്തിയിട്ടുള്ള ആളുകളാണ്. അതിൽ പ്രേംകൃഷ്ണ സാറ് നമ്മുടെ ജോയിൻറ്റ് എക്സൈസ് കമ്മീഷണറായിട്ടാണ് വിരമിക്കുന്നത്. അദ്ദേഹം ജില്ലയിൽ കണ്ണൂരിൻ്റെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറായി ഉണ്ടായിരുന്നു. പിന്നെ AP രാജീവ് അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് വിരമിക്കുകയാണ്. അദ്ദേഹം സംഘടനയുടെ ജില്ലാ പ്രസിഡൻറ്റും സംസ്ഥാന സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ PK ദിനേശൻ അവരും അസിസ്റ്റൻറ്റ് ഇൻസ്പെക്ടറായിട്ടാണ് വിരമിക്കുന്നത്. അവരും സംഘടനയുടെ സജീവമായിട്ടുള്ള പ്രവർത്തകരാണ്. അപ്പോൾ അവർക്കെല്ലാം ഒരു സംഘടനയുടെ ഒരു വലിയ സ്നേഹം അവർ വിരമിച്ചു പോകുന്ന സമയത്ത് നൽകുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം റിട്ടയർമെൻറ്റിന് ശേഷം അവരുടെ ജീവിതം കളർഫുൾ ആവണം. ബിനീഷ് അഴിക്കലിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. എളയാവൂർ തിലാന്നൂർ കൂടിച്ചേരുന്ന കൂട്ടത്തും താഴെ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച നടപ്പാതയുടെ അരികുകൾ സാമൂഹ്യവിരുദ്ധർ നശിപ്പിക്കുന്നതായി പരാതി. സ്ട്രീറ്റ് ലൈറ്റുകളും ഇരിപ്പിടങ്ങളുമായി മനോഹരമാക്കിയ സ്ഥലത്ത് രാവിലെയും വൈകുന്നേരവും നിരവധി ആളുകൾ എത്താറുണ്ട്. പക്ഷേ സാമൂഹ്യവിരുദ്ധരും മദ്യപരും കൂടി ചില്ലുകുപ്പികളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഉപേക്ഷിച്ച് പരിസരം വൃത്തികേടാക്കുകയാണ്. പൊട്ടിയ കുപ്പി സമീപത്തെ വയലുകളിൽ നിക്ഷേപിച്ചത് കാരണം പണി ചെയ്യുന്നവർ അപകടത്തിൽപ്പെടുന്നതും ഇവിടെ പതിവാണ്. കാനാമ്പുഴ സൗന്ദര്യവൽക്കരണം കുറച്ചുകാലങ്ങളായി കോർപ്പറേഷൻ അജണ്ടയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന കാര്യമാണ്. ഇതിനോടനുബന്ധിച്ച് തോട് നവീകരണം, പാർശ്വഭിത്തി തുടങ്ങി നടപ്പാത വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. ഈ ഒരു നവീകരണത്തിന്റെ ഭാഗമായാണ് എളയാവൂർ കൂടത്തും താഴെ വയലിന് സമീപം നടപ്പാത ഒരുക്കി വഴിവിളക്കുകൾ സ്ഥാപിച്ച് മനോഹരമാക്കിയതും. എന്നാൽ ആളുകൾ എത്തിത്തുടങ്ങിയതും മറ്റ് രാത്രികാല സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടിയായതോടെ ഇവിടെ മാലിന്യം നിറഞ്ഞു തുടങ്ങി. മദ്യപ സംഘങ്ങളുടെ വിഹാരം തന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ നടപ്പാതയ്ക്ക് സമീപം ഉപേക്ഷിച്ച് ഇവർ കടന്നുകളയുക വഴി കുട്ടികളുടെ കളി ഉപകരണമായത് മാറുകയും പിന്നീട് ചില്ലുകുപ്പികൾ പൊട്ടി വയലുകളിലേക്ക് വീഴുന്നതും പതിവാകുന്നതായി നാട്ടുകാർ പറഞ്ഞു. നട്ടുച്ചക്ക് വരെ എന്ന് പറഞ്ഞാൽ കള്ളും കൊണ്ടുവന്നിട്ട് എന്ന് പറഞ്ഞാൽ ഈ പാലത്തുമ്മലും ആടി ചൂടിച്ചിട്ട് കുടിക്കുന്നുണ്ട്. അത് നാട്ടുകാർക്കൊരു ഉപദ്രവമാണ്. പിന്നെ ഇവരെന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവർ കള്ള് കുടിച്ചിട്ട് കുപ്പിയട വെക്കും. ഇവരങ്ങോട്ട് പോയ പാടും ചെറിയ പിള്ളേർ വരും. ചെറിയ പിള്ളേർ വന്നിട്ട് എന്ന് പറഞ്ഞാൽ ഈ കുപ്പിയിൽ എന്ന് പറഞ്ഞാൽ കല്ലെടുത്തിട്ട് പൊളിന്ന് ഒച്ച കേൾക്കാൻ വേണ്ടിയിട്ടാണ് പിള്ളേർ. പണ്ട് ചെറുപ്പത്തിൽ നമ്മളെല്ലാം ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ട് ബോധവതയുള്ളത്. അങ്ങനെയാണ് ഈ കുപ്പി പൊളിച്ചിട്ട് ഇവിടുന്ന് നമ്മൾ നാട്ടിലേക്ക് വന്ന പെണ്ണുങ്ങളെല്ലാം കാല് മുറിഞ്ഞിട്ടും പിന്നെ ട്രാക്ടർ അടിക്കാൻ വന്നവൻ്റെ കാല് മുറിഞ്ഞിട്ടും ഇതായി ബിജാട്ടിനെല്ലാം കൂടിയാണ് കൂട്ടിയിട്ട് ഡോക്ടർ അടുത്ത് പോയി. 6.5 കോടി രൂപ മുതലിട്ടിട്ടാണ് സംസ്ഥാന ഗവൺമെൻറ് നേതൃത്വത്തിൽ കാനാമ്പുഴയുടെ തുടർ പ്രവർത്തനം നടത്തിയത്. ഈ തുടർ പ്രവർത്തനം നടത്തുന്നതോടുകൂടി തന്നെ ഇവിടെ ലൈറ്റും വെളിച്ചവും വന്നതിന് ശേഷം പല വൃത്തികെട്ട സാധനങ്ങൾ ഇവിടെ റോഡരികിൽ കൊണ്ട് നിക്ഷേപിക്കുകയും ചെയ്യുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് ഇതിലെ അധികാരികൾ ഈ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു നടപടി ഉണ്ടാകണമെന്ന് വിനീതമായി നാട്ടുകാർക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഈ പ്രവർത്തനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിയിരുന്നു. പക്ഷേ കുറച്ചു കാലം മാത്രമേ അത് നിലനിന്നുള്ളൂ. വീണ്ടും ആ പ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത്തരത്തിൽ വയലിലേക്ക് വീഴുന്ന കുപ്പികൾ നാട്ടിലിറങ്ങുന്ന കർഷകരുടെ കാലിൽ തറിച്ചു കയറുകയും അപകടം പതിവാകുകയും ചെയ്തതോടെ നാട്ടുകാരിൽ അമർഷം തുടങ്ങിയിട്ടുണ്ട്. പുറത്തുനിന്നും വയലിലേക്ക് ട്രാക്ടർ പോലുള്ള കൃഷി ഉപകരണങ്ങളുമായി എത്തുന്ന സാധാരണക്കാർക്ക് ഈ കുപ്പിച്ചീളുകൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ചില്ലറയല്ല. കാനാമ്പുഴ തോട് നവീകരണം മുതൽ കോർപ്പറേഷൻ കൗൺസിലർ അന്ന് തന്നെ സൂചിപ്പിച്ച കാര്യവുമാണ് ഈ മദ്യപ സംഘങ്ങളുടെ വിളയാട്ടം. ഈ പ്രസ്താവന ഇവിടെ പൂർണ്ണമായും മനസ്സിലാക്കി തരും വിധമാണ് ചെയ്തികളുള്ളത്. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വയലുകളിൽ ചിതറിക്കിടക്കുന്ന അവസ്ഥ തന്നെയാണുള്ളത്. ഇത് പെറുക്കിയൊരുക്കുക വലിയൊരു കടമ്പ തന്നെയാണെന്ന് ഇവർ പറയുന്നു. അതായത് നമ്മുടെ ഈ കാനാമ്പുഴ പുനർജീവനം എന്ന പദ്ധതിയിൽ നമ്മുടെ സഹാവൻ ചന്ദ്രനും മറ്റവരൊക്കെ ചേർന്നുകൊണ്ട് വലിയൊരു പൈസ ഇവിടെ മുതലിട്ട് ചെയ്തിട്ടുണ്ട്. കാനാമ്പുഴേൻ്റെ ആ ഫുട്പാത്ത് അടക്കം. പക്ഷേ ഇതൊക്കെ ജനങ്ങൾ ശരിക്കും ആസ്വദിച്ച് വരുന്നൊരു സമയമായത്. വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആൾ, കുട്ടികളും കുഞ്ഞുങ്ങളും വയസ്സുള്ളവരും എല്ലാവരും ഒന്ന് കാറ്റുകൊള്ളാനും നല്ലൊരു അന്തരീക്ഷം ഇവിടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ അതൊക്കെ ഇപ്പം മലിനസമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വൈകുന്നേരങ്ങളിൽ വന്ന് കാറ്റുകൊണ്ട് അവരൊക്കെ പോയി സന്ധ്യ കഴിയുമ്പം പിന്നെ വന്നിട്ട് മദ്യപിക്കും, കുപ്പികൾ വലിച്ചെറിയുക, ഇങ്ങനെ ആകെ. പിന്നെ കാലത്ത് ഒരുപാട് ആൾ നടക്കാൻ വേണ്ടി വരും. ആ നടക്കാൻ വേണ്ടി വരുന്ന സമയത്ത് കുപ്പികൾ ഇങ്ങനെ ധാരാളം ഉണ്ടാകും. നമ്മളെപ്പോഴുള്ള കുറേ ആൾ പൊറുക്കിയിട്ടാണ് ആ ഹോട്ടൽ ബൂത്തിൻ്റെ അകത്ത് അത് കൊണ്ടിടുന്നത്.
ബോട്ടിൽ ബൂത്തുകൾ നിറഞ്ഞു കവിഞ്ഞ അവസ്ഥ ഇവിടെ എത്രത്തോളം പേരെത്തുന്നുവെന്നതിന്റെ തെളിവ് കൂടിയാണ്. മദ്യപ സംഘങ്ങളുടെ ഒഴിഞ്ഞ കുപ്പികൾ സർക്കാർ തന്നെ ഏതെങ്കിലും ഒരു സംവിധാനത്തിലൂടെ തിരിച്ചെടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഉപയോഗപ്രദമാകുമെന്ന് അഭിപ്രായം പങ്കുവയ്ക്കുകയാണ് പ്രദേശവാസി. ഇപ്പം നടക്കുന്നത് രാത്രി കാലങ്ങളിൽ മദ്യം കൊണ്ടുവരികയും കഴിക്കുകയും കഴിച്ച ആ കുപ്പികൾ അലസ്യമായിട്ട് ചാടുകയും ചില്ല് കുപ്പികൾ എറിഞ്ഞ് പൊളിച്ച് ജനങ്ങൾക്ക് ദ്രോഹം വരുത്തുന്ന ഒരു സംവിധാനമാണ് ഇവിടെ കണ്ടുവരുന്നത്. അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി പറ്റുവാണെങ്കിൽ ബിവറേജ് കോർപ്പറേഷനാണ് ഏറ്റവും കൂടുതൽ കുപ്പി പുറത്തേക്ക് വിടുന്നത്. ആ കുപ്പി ബില്ലിന് പുറത്തോ എങ്ങനെയെങ്കിലും ഒരു നിശ്ചിത പൈസ ഈടാക്കി ആ പൈസ കുപ്പി തിരിച്ചേൽപ്പിച്ചാൽ തിരിച്ചു കൊടുക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടി കൊണ്ടുവന്നാൽ ഈ രാജ്യത്തുള്ള എത്ര ശതമാനം വേസ്റ്റ് ഇല്ലാതാക്കാൻ കഴിയും എന്നുള്ള ഒരു ചിന്ത ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മളെ പോലത്തെ അഭിപ്രായം. സൗന്ദര്യവൽക്കരണവും മൂടിക്കൂട്ടലുമൊക്കെ ഏതൊരു നാടിന്റെയും വളർച്ചയ്ക്ക് ഏറെ ഉപകാരപ്രദമായ കാര്യം തന്നെയാണ്. എന്നിരുന്നാലും അവയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആ സ്ഥലം ഉപയോഗപ്പെടുത്തുന്നവർക്ക് തന്നെയല്ലേ എന്ന ചോദ്യമാണ് ഇവിടെ ബാക്കി വയ്ക്കുന്നത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. വാഴകൃഷിയെ നെഞ്ചിലേറ്റി ഒരു കർഷകൻ. വാഴകൃഷിയിൽ നിന്നും ഓരോ വർഷവും ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിക്കുന്നുണ്ടെങ്കിലും കുറ്റ്യാട്ടൂർ പാവന്നൂരിലെ KP അബ്ദുൾ അസീസ് ഈ കൃഷിയിൽ നിന്നും പിന്തിരിയാൻ തയ്യാറല്ല. ഇക്കുറിയും 1000-ഓളം വാഴകളുടെ കൃഷി നടത്താനുള്ള മുന്നൊരുക്കത്തിൽ തന്നെയാണ് ഈ കർഷകൻ. വാഴകൃഷി നഷ്ടമാണെങ്കിലും കുറ്റ്യാട്ടൂർ പാവന്നൂരിലെ KP അബ്ദുൾ അസീസ് എന്ന വാഴ കർഷകൻ കൃഷിയിൽ നിന്നും പിന്തിരിയാൻ തയ്യാറല്ല. ഇക്കുറിയും 1000-ഓളം വാഴകളുടെ കൃഷി നടത്താനുള്ള മുന്നൊരുക്കത്തിൽ തന്നെയാണ് അബ്ദുൾ അസീസ്. പാവന്നൂർ പുഴയുടെ ഓരം ചേർന്നുള്ള കൊടുംകാടുകൾ വെട്ടിത്തെളിച്ചും സമീപത്തെ വയലുകൾ പാട്ടത്തിനെടുത്തും അബ്ദുൾ അസീസ് വർഷങ്ങളായി നേന്ത്രവാഴ കൃഷി ചെയ്തു വരികയാണ്. എന്നാൽ അബ്ദുൾ അസീസിന് ഓരോ വർഷവും വേനൽക്കാലത്ത് കൊടും വരൾച്ചയിലും മഴക്കാലത്ത് വെള്ളം കയറിയും ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് സംഭവിക്കുന്നത്. രാവിലെ 5 മണിയോടെ കൃഷിയിടത്തിലെത്തുന്ന ഇദ്ദേഹം സ്വന്തം അധ്വാനത്താൽ പരിപാലിച്ചു വളർത്തിയ വാഴകൾ നശിച്ചു തീരുമ്പോഴും കൃഷിയിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ല. എന്നും നഷ്ടമാണെങ്കിലും കൃഷിയോടുള്ള അമിതമായ താല്പര്യമാണ് ഇതിൽ നിന്നും പിന്മാറാൻ കഴിയാത്തതെന്ന് അബ്ദുൾ അസീസ് പറഞ്ഞു. പിന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ കൊല്ലവും നഷ്ടം വരിക എന്നല്ലാണ്ട് ഒന്നും ലാഭത്തിലേക്ക് വന്നില്ല. അപ്പം ലാഭത്തിലേക്ക് വരണമെന്നുള്ള ഉദ്ദേശത്തിൽ കൃഷി വേക്കോട്ടേക്ക് പോകുന്നില്ല എന്നുള്ള കാഴ്ചപ്പാടിൽ തന്നെയാണ് കൃഷി ഇറക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും കൃഷിഭവൻ്റെ ഭാഗത്തുനിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് ഈ കർഷകനായ ഞാൻ അപേക്ഷിക്കുന്നു. നഷ്ടപരിഹാരം പിന്നെ 2 കൊല്ലം പിന്നെ അത്ര കുറച്ച് പൈസ പിന്നെ നഷ്ടം സംഭവിച്ചതിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ വേണ്ടത്തക്ക വിധത്തിലുള്ള നഷ്ടപരിഹാരം ഇതുവരെ കിട്ടിയിട്ടില്ല. അത് ഇനിയും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് കൃഷി ഇറക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത്തവണ പാവന്നൂർ കടവിന് സമീപം കാടുകൾ വെട്ടിത്തെളിച്ച് കൃഷി ആരംഭിച്ചു. കൂടുതൽ കൃഷി നടത്താനുള്ള വാഴ കന്നുകളും ശേഖരിച്ചു കഴിഞ്ഞു. കണ്ണൂർ കോർപ്പറേഷന്റെ അനാസ്ഥയ്ക്കെതിരെ CPM കണ്ണൂർ കോർപ്പറേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഗതാഗത യോഗ്യമാക്കി പുനർനിർമ്മിച്ചില്ല എന്നതിന് ഉത്തരവാദി മറ്റാരുമല്ല, ഈ കോർപ്പറേഷൻ ഭരിക്കുന്നവരാണ്. ഇന്നിപ്പോ നിങ്ങൾ കണ്ണൂർ പട്ടണത്തിലെ വിവിധ റോഡുകൾ പോയി പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, അവിടങ്ങളിൽ പലയിടത്തും ചളിക്കുടമാണ്. ചിലയിടങ്ങളിൽ കാണാൻ കഴിയുന്നത് ആ റോഡുകൾ കുത്തിപ്പൊളിച്ച് 3 വർഷം മുമ്പ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ നിലയാണ്. വാഹനങ്ങൾ അതിലൂടെ പോകുമ്പോൾ അപകടമുണ്ടാവുന്നത് പതിവാണ്. ഇപ്പോൾ ചിലയിടങ്ങളിലൂടെ വാഹന യാത്രയോ കാൽനട യാത്രയോ ദുഷ്കരമാണ്. മറ്റൊരു പ്രധാന പ്രശ്നം ഈ സമരത്തിൽ ഉന്നയിക്കുന്നത് മാലിന്യ കൂമ്പാരമായി മാറിയ ഒരു പ്രദേശമാണ് പടന്നത്തോട്. സ്റ്റേഡിയം പരിസരത്തെ ചെളിക്കെട്ടിന് പരിഹാരം കാണുക, മഴക്കാല പൂർവ്വ ശുചീകരണം ഫലപ്രദമായി നടപ്പിലാക്കുക, ചെളിക്കുളമായി മാറിയ റോഡുകളിൽ അറ്റകുറ്റപ്പണി നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ നടത്തിയത്. KP സഹദേവൻ അധ്യക്ഷത വഹിച്ചു. M പ്രകാശൻ മാസ്റ്റർ, N സുകന്യ തുടങ്ങിയവർ സംസാരിച്ചു. വൈറലായ ഒരു കുട്ടി കമന്റേറ്ററുടെ വാർത്തയാണ് അടുത്തത്. കണ്ണൂരിലെ സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ടുകളെ ആവേശത്തിലാഴ്ത്തുന്ന ഫുട്ബോൾ കമന്ററികൾക്ക് പിന്നിൽ പരിയാരം എളമ്പേരംപാറ സ്വദേശിയായ 17-കാരനായ സവാദ് എന്ന മിടുക്കനാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ പ്രാദേശിക ക്ലബ്ബ് മത്സരങ്ങളിൽ സവാദിന്റെ കമന്ററി നിർബന്ധമായി കഴിഞ്ഞു സംഘാടകർക്ക്. സെയ്ദി സാഹിബ് സ്പോർട്സ് ക്ലബ് തളിപ്പറമ്പ സംഘടിപ്പിക്കുന്ന SFA 19ാമത് അഖിലേന്ത്യാ സെവൻസിൽ അടുത്ത മത്സരത്തിൽ കരുത്തരായ FC ബ്രദേഴ്സ് നാറ്റുപകിൽ തളിപ്പറമ്പ സ്പോൺസർ ചെയ്യുന്ന
T2K ഡെവലപ്പേഴ്സ് യൂറോ സ്പോർട്സ് പഠന മറുഭാഗത്ത് SRL സോളാർ കരീബിയൻ സ്പോർട്ടിംഗ് സയ്യിദ് നഗർ സ്പോൺസർ ചെയ്യുന്ന ലെങ്ഷ മെഡിക്കൽസ് മണ്ണാർക്കാടുമായി സ്റ്റേഡിയത്തിൽ മാറ്റിവെക്കുകയാണ്. കഴിഞ്ഞ ദിവസം പരിയാരത്ത് നടന്ന സന്തോഷ് ക്ലബിന്റെ ഫുട്ബോൾ ടൂർണമെന്റിൽ ആരെയും ശ്രദ്ധിക്കാതെ ആവേശത്തോടെ കമന്ററി പറയുന്ന സവാദിനെ കണ്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ അഭിനന്ദിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. സെന്റർ ബാക്കിൽ എന്നാൽ ഈ സ്റ്റേഡിയത്തിൽ മനോഹരമായ ഒരു ഗോൾ നേടിയ സൂപ്പർ താരം അഖിലേന്ത്യാ സെവൻസ് താരം ദിനു. ജേഴ്സി നമ്പർ 4 റൈറ്റ് വിംഗ് ബാക്കിൽ ഗോകുലം FC താരം ഗോകുൽ. ചേട്ടന്റെ കൂടെ ഫുട്ബോൾ കളി കാണാൻ പോയപ്പോൾ അനൗൺസ്മെന്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയതാണ് സവാദിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. പുതിയങ്ങാടിയിൽ വെച്ച് നടക്കുന്ന ഒരു ഗോൾഡൻ സെവൻസ് ഉണ്ട്, അതായത് ഒരു സ്വർണ്ണ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ്. അപ്പോൾ 2023 സീസണിൽ അവിടെ എൻ്റെ ഏട്ടൻ്റെ പേര് ഞാൻ അവരുടെ ടീമിന്റെ കളി കാണാൻ പോയി. അപ്പോൾ അവിടുന്ന് ഒരു ചാൻസ് കിട്ടി അനൗൺസ് ചെയ്യാൻ. അപ്പോൾ അവിടുന്ന് അനൗൺസ് ചെയ്തു. അങ്ങനെ അവിടുന്ന് ഒരാൾ വീഡിയോ എടുത്തു, അത് സോഷ്യൽ മീഡിയയിലിട്ട്. അപ്പോഴാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് വൈറലാകുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് അതിനുശേഷം പല സ്ഥലത്തുനിന്നും അങ്ങനെ അനൗൺസ്മെന്റ് വിളിക്കാൻ തുടങ്ങി, അങ്ങനെ പോകാൻ തുടങ്ങി. എളമ്പേരംപാറയിലെ ഫുട്ബോൾ കൂട്ടായ്മയായ എമറാൾഡ് FCയിലെ ഫോർവേഡ് കൂടിയാണ്. ഭാവിയിൽ മാധ്യമപ്രവർത്തകൻ കൂടിയാകണമെന്ന് ആഗ്രഹിക്കുന്ന സവാദ്. സിറ്റി ന്യൂസ്, കണ്ണൂർ. മയിൽ ചേതന ഫിലിം ആൻഡ് കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിച്ച സൈക്കിൾ മഹേഷ് ഡോക്യുമെന്ററി പ്രദർശനം നടന്നു. കോവിഡ് ലോക്ക്ഡൌണിന്റെ അനിശ്ചിതത്വത്തിലകപ്പെട്ട അതിഥി തൊഴിലാളി മഹേഷ് നടത്തിയ യാത്രയാണ് ഡോക്യുമെന്ററി പറയുന്നത്. മഹാരാഷ്ട്രയിൽ നിന്നും ഒഡീഷയിലെ സ്വന്തം ഗ്രാമത്തിലേക്ക് 1700 കിലോമീറ്റർ ദൂരം നടത്തിയ സൈക്കിൾ യാത്ര നമ്മൾ കാണാത്ത ഇന്ത്യൻ ഗ്രാമങ്ങളുടെ യഥാർത്ഥ മുഖം ഒപ്പിയെടുക്കാൻ നടത്തിയ ശ്രമത്തോടൊപ്പം ചക്രം പോലെ തിരിഞ്ഞുതീരുന്ന ജീവിതത്തിൽ തുടങ്ങിയിടത്തു നിന്നും എവിടെയും എത്തിച്ചേരാൻ സാധിക്കുന്നില്ലെന്ന നിസ്സഹായ അവസ്ഥയുടേത് കൂടിയാണെന്ന് സംവിധായകൻ സുഹൈൽ ബാനർജി പറഞ്ഞു. മയിൽ ചേതന ഫിലിം ആൻഡ് കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിച്ച സൈക്കിൾ മഹേഷ് ഡോക്യുമെന്ററി പ്രദർശനത്തിന് ശേഷം നടന്ന മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. That I am presenting it in front of an audience like this. It is only in Kerala that a bill is printed and gentleman was standing outside and handing it to people and handing it to people who were going and they were looking and reading it, because outside Kerala this does not happen. So this is a discerning audience. This is an audience who wants to watch. ഡോക്യുമെന്ററി സിനിമകളുടെ പരമ്പരാഗത ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി നറേഷനുകളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പരീക്ഷണ സിനിമാ ശൈലിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. യാഥാർത്ഥ്യവും ഭാവനയും കലാപരമായി ലയിച്ചു ചേർന്ന ഒരു സർഗാത്മക സൃഷ്ടി. സിനിമയ്ക്കുള്ളിൽ തന്നെ മറ്റൊരു സിനിമയെ കൂടി അനുഭവിപ്പിക്കുന്ന സംഗീതവും ശബ്ദവും വെളിച്ചവുമെല്ലാം വളരെ ആസ്വാദ്യകരമാം വിധം വിന്യസിക്കപ്പെട്ട എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു പരീക്ഷണ ചിത്രമായിരുന്നു ഇത്. ദേശാതിർത്തികൾ ഭേദിച്ചുകൊണ്ടുള്ള മൂലധനത്തിന്റെ പ്രവാഹവും കടന്നുകയറ്റവും തൊഴിലാളികളെയും ദേശാതിർത്തികൾ ഭേദിച്ച് സഞ്ചരിക്കാൻ നിർബന്ധിതരാക്കും. താൽക്കാലികമായി അവർക്ക് ലഭ്യമാകുന്ന തൊഴിൽ കമ്പോളവും ഡിമാൻഡും പക്ഷേ വെറും വ്യാജ പ്രതീക്ഷകൾ മാത്രമാണെന്ന് ചിത്രം കാട്ടിത്തരുന്നു. മഹേഷ് എന്ന നിർമ്മാണ തൊഴിലാളിയുടെ സങ്കല്പങ്ങളും മോഹങ്ങളും അവസാനം സ്വന്തം ഗ്രാമത്തിന്റെ നദിക്കരയിൽ പൊലിഞ്ഞു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. തൊഴിൽ തേടി നാട് വിടുമ്പോഴും മഹാമാരിയുടെ ദുരിതത്തിൽ ജീവിതവും തിരിച്ചുള്ള യാത്രയും ഗുരുതരമായ പ്രതിസന്ധികളായി മുന്നിൽ നിൽക്കുമ്പോഴും മഹേഷിന് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. പക്ഷേ അവയൊന്നും യാഥാർത്ഥ്യമായിരുന്നില്ല എന്നുള്ള തിരിച്ചറിവാണ് സിനിമ നൽകുന്നത്. മുതലാളിത്ത വ്യവസ്ഥയിൽ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഭൂരിപക്ഷ ജനതയും അതിൽ നിന്നെല്ലാം ഭീകരമായി വന്യവൽക്കരിക്കപ്പെട്ടു പോകുന്ന അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അതേ കാര്യം തികച്ചും നൂതനമായ ഒരു ശൈലിയിൽ വലിയ അവകാശവാദങ്ങളും ബഹളങ്ങളും ഇല്ലാതെ അവതരിപ്പിക്കുകയായിരുന്നു സംവിധായകൻ സുഹൈൽ ബാനർജി. പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തക ടീസ്റ്റാ സെറ്റിൽവാദ് അധ്യക്ഷയായ മുംബൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫോറം ഫോർ പീപ്പിൾ ആൻഡ് ജസ്റ്റിസ് ആണ് സിനിമയുടെ നിർമ്മാണം നിർവഹിച്ചിട്ടുള്ളത്. സിനിമയുടെ പ്രദർശനത്തിനു ശേഷം മയിൽ വ്യാപാര ഭവനിൽ നടന്ന മുഖാമുഖത്തിൽ ദീപു പ്രദീപ്, ഡോക്ടർ D സുരേന്ദ്രനാഥ്, ഉമ്മർ ചാവശ്ശേരി, VV ശ്രീനിവാസൻ, വിജയൻ കൂടാളി, ഗംഗാധരൻ മലപ്പട്ടം, K ബാലകൃഷ്ണൻ, ശശി ചോറോൺ, മുരളീധരൻ കരിവള്ളൂർ, സതീശൻ തോപ്രത്ത്, വിനോദ് കുമാർ KP, KK ഭാസ്കരൻ എന്നിവർ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മികച്ച സേവനം നടത്തുന്ന ജീവനക്കാർക്ക് കണ്ണൂർ ഫോറം ഫോർ പീപ്പിൾ ഏർപ്പെടുത്തിയ വൊക്കേഷണൽ എക്സലൻസ് അവാർഡിന് കണ്ണൂർ കോർപ്പറേഷനിലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് PM ബാബുരാജ അർഹനായി. കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ വെച്ച് കേന്ദ്ര മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ PP ബാലൻ അവാർഡ് ദാനം നിർവഹിച്ചു. അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കേണ്ടത്, സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓരോ വ്യക്തിയുടെയും കടമ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ ചടങ്ങ് മഹത്തരമാണ് എന്ന് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചത്. നാടിൻ്റെ പല
ഭാഗത്ത് സന്ദർശിച്ചപ്പോൾ കിട്ടിയ ഒരു അനുഭവം തന്നെയാണ്. അങ്ങ് വടക്കേ ഇന്ത്യയിൽ ഒരു പഞ്ചായത്ത് ഹരിയാനയിൽ നേരത്തെ ഉള്ള സംഭവമാണ്. ആ പഞ്ചായത്തിൻ്റെ പേരാണ് നീംഖേദ എന്നൊരു പഞ്ചായത്ത്. ഫോറം ഫോർ പീപ്പിൾ പ്രസിഡന്റ് പി കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുരേഷ് ബാബു ഇളയാവൂർ, സിയാദ് തങ്ങൾ, കണ്ണൂർ മഹാത്മാ മന്ദിരം പ്രസിഡന്റ് EVG നമ്പ്യാർ, അഡ്വക്കേറ്റ് ലീഷ ദീപക്, ഇ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മികച്ച സേവനം നടത്തുന്ന ജീവനക്കാർക്ക് കണ്ണൂർ ഫോറം ഫോർ പീപ്പിൾ ഏർപ്പെടുത്തിയ വൊക്കേഷണൽ എക്സലൻസ് അവാർഡിന് കണ്ണൂർ കോർപ്പറേഷനിലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് PM ബാബുരാജ് അർഹനായി. കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ വെച്ച് കേന്ദ്ര മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ PP ബാലൻ അവാർഡ് ദാനം നിർവഹിച്ചു. ഇനി വാണിജ്യം. പ്രമുഖ ഹോം അപ്ലയൻസസ് നിർമ്മാതാക്കളായ LGയുടെ ഏറ്റവും പുതിയ മോഡൽ മൂഡപ്പ് റെഫ്രിജറേറ്ററിന്റെ ലോഞ്ചിങ് കണ്ണൂർ നിക്ഷാൻ ഇലക്ട്രോണിക്സിൽ നടന്നു. നിക്ഷാൻ ഇലക്ട്രോണിക്സ് മാനേജിംഗ് ഡയറക്ടർ MV മൊയ്തു ലോഞ്ചിങ് നിർവഹിച്ചു. LGയുടെ ഒബ്ജക്ട് സീരീസിലുള്ള ഏറ്റവും പുതിയ ഫ്രിഡ്ജാണ് മൂഡപ്പ്. ഇതിന്റെ പ്രത്യേകത നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഫ്രിഡ്ജിന്റെ കളർ ചേഞ്ച് ചെയ്യാം എന്നത് തന്നെയാണ്. LGയുടെ തിങ്ക് യു എന്ന ആപ്ലിക്കേഷനിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. ഏകദേശം 1,74,724 കളർ പാറ്റേണുകളും 17 തീമുകളും നമുക്ക് ഈ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻബിൽറ്റ് സ്പീക്കർ ഉള്ളതിനാൽ നമ്മുടെ മൂഡിനനുസരിച്ച് അടുക്കളയിലെ ജോലികൾ ആയാസരഹിതമാക്കാൻ പാട്ടും കേൾക്കാം. കൂടാതെ സ്പോട്ടിഫൈ, യൂട്യൂബ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് ബ്ലൂടൂത്ത് വഴിയും ഫ്രിഡ്ജിൽ പാട്ടുകൾ കേൾക്കാം. ഒപ്പം പാട്ടിനനുസരിച്ച് ഡോറിലെ ലൈറ്റുകളും സെറ്റ് ചെയ്യാം. ഫ്ലോ, ബ്രൗൺസ് എന്നീ രീതികളിലേക്ക് മാറ്റാനാണ് പറ്റുന്നത്. മറ്റൊരു പ്രത്യേകത, രാത്രികാലങ്ങളിൽ ഫ്രിഡ്ജിനടുത്തെത്തുമ്പോൾ വെൽക്കം ലൈറ്റ് തെളിയുകയും ചെയ്യും. അതുപോലെ തന്നെ ഡോർ അടയ്ക്കാൻ മറന്നാലോ ലൈറ്റുകൾ തെളിഞ്ഞ് ഡോർ ഓപ്പൺ അലാറം മുഴങ്ങും എന്നതും ഈയൊരു ഫ്രിഡ്ജിന്റെ പ്രത്യേകതയാണ്. ഡോറിൽ വരുന്ന ലൈറ്റുകളുടെ കളറുകളും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുക്കി വയ്ക്കാം. പുറമേ നിന്നുള്ള കാഴ്ചകളാണ് ഇതൊക്കെയെങ്കിലും ഫ്രിഡ്ജ് തുറക്കുമ്പോൾ റാക്കുകളിലുള്ള പ്രത്യേകതകൾ പറയാതിരിക്കാനും വയ്യ. ഏത് രീതിയിലേക്കും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കൂടുതൽ സൗകര്യങ്ങളോട് കൂടിയ അകത്തളങ്ങളാണ് മനോഹരമായി ഈ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത്. LG എപ്പോഴും പറയാം, നമുക്ക് എല്ലാ കാറ്റഗറിയിലും, അത് ടിവിയിലായിക്കോട്ടെ, റെഫ്രിജറേറ്ററിലായിക്കോട്ടെ, വാഷിംഗ് മെഷീനിലായിക്കോട്ടെ, എല്ലാ പ്രോഡക്ട്സിലും കാരണം അപ്ഡേറ്റ് ആയിക്കൊണ്ട്, കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയും എല്ലാം ഫുൾ ഫീച്ചേഴ്സ് പാക്ഡ് ആയിട്ടുള്ള പുതിയ പ്രോഡക്ട്സുകൾ കറക്റ്റ് ടൈമിൽ ലോഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് LGയുടെ പ്രത്യേകത. കാരണം അവർ അത്രമാത്രം റേഞ്ചസ്, കാരണം ഏത് പ്രൊഡക്റ്റ് കാറ്റഗറി എടുത്തു കഴിഞ്ഞാലും ഒത്തിരി റേഞ്ചസ് അവർക്ക് ഉണ്ട്. ഇപ്പം അതുകൊണ്ട് തന്നെ ആ കസ്റ്റമേഴ്സിന്റെ ആക്സെപ്റ്റൻസി ഭയങ്കര കൂടുതലും തന്നെയാണ്. ഇപ്പം അങ്ങനെയുള്ളൊരു കമ്പനിയിൽ ഇപ്പം ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇന്ന് ഇവിടെ നിക്ഷാൻ ഇലക്ട്രോണിക്സിൽ നമുക്ക്, കാരണം LGയുടെ എന്ത് പ്രൊഡക്റ്റ് വന്നാലും ഏറ്റവും ഹൈ എൻഡ് സീരീസ് ഏത് സീരീസ് വന്നു കഴിഞ്ഞാലും ഏറ്റവും ആദ്യം പ്രൈസ് ചെയ്യുന്നതും ഏറ്റവും പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതും നിക്ഷാൻ ഇലക്ട്രോണിക്സിൽ തന്നെയാണ്. അത് മാത്രമല്ല ഞങ്ങൾക്കത് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റും, ചെയ്യും എത്രയും പെട്ടെന്ന് തരാം. അവസരം നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രൊഡക്റ്റ് വാഷിംഗ് മെഷീൻ ഞങ്ങൾ ലോഞ്ച് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് ഇതുപോലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റില്ല, കാരണം അതിനു മുമ്പ് തന്നെ കസ്റ്റമർ അത് വാങ്ങി കൊണ്ടുപോയി കളഞ്ഞു. നിക്ഷാൻ ഇലക്ട്രോണിക്സ് മാനേജിംഗ് ഡയറക്ടർ MV മൊയ്തു, LG അപ്ലയൻസസ് ബ്രാഞ്ച് മാനേജർ മുഹമ്മദ് റാഫി, LG അപ്ലയൻസസ് ഏരിയ സെയിൽസ് മാനേജർ വിഷ്ണു, മാർക്കറ്റിംഗ് മാനേജർ ജിതിൻ, നിക്ഷാൻ ഇലക്ട്രോണിക്സ് മാനേജേഴ്സായ രാകേഷ്, രഞ്ജിത്ത്, റിസ, റെമിൻ, അമീർ, റസാഖ്, റയീസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6,710 രൂപ, പവന് 53,680 രൂപ, വെള്ളി 97 രൂപ. കാലാവസ്ഥ.
സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ തുടരുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷം കേരളത്തിൽ എത്തിച്ചേരാൻ സാധ്യത. കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നു. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 7 ദിവസം വ്യാപകമായ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മിതമായ അഥവാ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ജൂൺ 2 വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്. തിരുവനന്തപുരം, ഇടുക്കി, തൃശൂർ എന്നിവിടങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പും നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് മധ്യ തെക്കൻ മേഖലകളിൽ മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മൺസൂൺ കാറ്റ് ശക്തി പ്രാപിച്ചതും തെക്കൻ തമിഴ്നാടിന് മുകളിൽ തുടരുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നത്. സംസ്ഥാനത്ത് പൊതുവെ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഇന്നലെ വരെ ഉണ്ടായത്. വിവിധയിടങ്ങളിൽ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ കരകവിഞ്ഞ തോടുകളും കൈവരികളും വെള്ളക്കെട്ടുകളും മഴ മാറി നിന്നതോടെ ഇറങ്ങി തുടങ്ങിയതായിരുന്നു. ഇന്ന് വീണ്ടും മഴ തുടങ്ങിയിരിക്കുകയാണ്. കനത്ത മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ വീശാവുന്ന കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും കടലാക്രമണ സാധ്യതയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തെക്കൻ കേരള തീരം, ലക്ഷദ്വീപ് തീരം എന്നിവിടങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുകയാണ്. 3 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് കാലവർഷം എത്തുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കാലവർഷം കൂടിയെത്തിയാൽ സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമുണ്ടാകില്ല. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലബാറിലെ 6 ജില്ലകളിൽ മുസ്ലിം ലീഗിന്റെ ധർണാ സമരം. ധർണ +1 അധിക സീറ്റ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട്. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുതെന്ന് സംസ്ഥാന സെക്രട്ടറി എം ഷംസുദ്ദീൻ MLA. സഹപ്രവർത്തകർക്ക് യാത്രയപ്പൊരുക്കി എക്സൈസ് ഉദ്യോഗസ്ഥർ. ലഹരിക്കെതിരെ എക്സൈസ് വകുപ്പ് നടത്തുന്നത് ശ്ലാഘനീയ പ്രവർത്തനമെന്ന് PP ദിവ്യ. ചടങ്ങിൽ എക്സൈസ് കലാകായിക പ്രതിഭകൾക്കുള്ള അനുമോദനവും. കോർപ്പറേഷന്റെ വിവിധ ഡിവിഷനുകളിലെ റോഡുകൾ ചെളിക്കുളം. അടിയന്തരമായി അറ്റകുറ്റപ്പണി ആവശ്യമെന്ന് MV ജയരാജൻ. പരാമർശം കോർപ്പറേഷന്റെ അനാസ്ഥയ്ക്കെതിരെ CPM നടത്തിയ ധർണയിൽ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.